ഇന്നത്തെ എൻ്റെ യാത്ര തൃപ്പൂണിത്തുറ ഹിൽ പാലസ് മ്യൂസിയത്തിലേക്കാണ്. ഇതാണ് ആ മ്യൂസിയത്തിൻ്റെ ഗേറ്റ്. പുരാവസ്തു മ്യൂസിയം. ആ ഗേറ്റ് കടന്നാൽ ഇടതുഭാഗത്തായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ. വലിയവർക്ക് 35 രൂപയും കുട്ടികൾക്ക് 10 രൂപയും. മൊബൈലിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ 20 രൂപ. വീഡിയോ ക്യാമറ ഉപയോഗിക്കുകയാണെങ്കിൽ 2000 രൂപ അങ്ങോട്ടാണ്. കാലത്ത് 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ഇവിടെ കാഴ്ചകൾ കാണാനുള്ള സമയം. ഉച്ചയ്ക്ക് 12:30 അടച്ചു കഴിഞ്ഞാൽ പിന്നെ 2 മണിക്കാണ് തുറക്കുക. അപ്പോൾ ആ സമയം നോക്കി നമ്മൾ വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏകദേശം 52 ഏക്കറിലാണ് ഈ ഹിൽ പാലസ് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി രാജവംശത്തിൻ്റെ ഈ പാലസ് ഇവിടെ പണിയുന്നത് 1865-ലാണ്. ഈ ഹിൽ പാലസിന് കുന്നിന്മേൽ കൊട്ടാരം എന്നും പേരുണ്ട്. കാരണം ഇതൊരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കുന്നിന്മേൽ കൊട്ടാരം എന്നും പേരുണ്ട്. ഹിൽ പാലസ് എന്ന് പറഞ്ഞാൽ തന്നെ കുന്നിന്മേൽ കൊട്ടാരം എന്ന് തന്നെയാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. വാഹനങ്ങൾക്ക് 50 രൂപയാണ്, കാറുകൾക്ക് 30 രൂപ, ബൈക്കിനാണെങ്കിൽ 10 രൂപ. ഇത് വളരെ വലിയൊരു കുളം തന്നെയാണ്. ഇത് ഹിൽ പാലസിൻ്റെ ഉള്ളിലേക്ക് കടന്ന് പ്രവേശിച്ച് കഴിയുമ്പോൾ വലതു ഭാഗത്തായിട്ടാണ് ഈ കുളം കാണുന്നത്. അതിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് കുട്ടികൾക്ക് കളിക്കുവാനുള്ള ഒരു ചെറിയ പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. $52 ഏക്കർ സ്ഥലത്താണ് ഈ ഹിൽ പാലസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ 37 ഏക്കർ സ്ഥലത്തും പൂന്തോട്ടമാണ്. ബാക്കിയുള്ള സ്ഥലത്താണ് ഈ പാലസും 4 കുളങ്ങളും സ്ഥിതി ചെയ്യുന്നത്. 49 സൗധങ്ങൾ ഈ ഹിൽ പാലസിനോട് ചേർന്ന് ഇവിടെ കാണാൻ സാധിക്കും. അന്ന് കാലത്ത് രാജാവ് ഇവിടെ ഭരിക്കുന്ന സമയത്ത് മന്ത്രിമാർക്കും മറ്റും താമസിക്കാൻ ഉള്ള സൗകര്യങ്ങൾ, കോടതി തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് തന്നെയായിരുന്നു. ഇതാണ് ഹിൽ പാലസ് മ്യൂസിയത്തിൻ്റെ മുൻഭാഗം. ഞാൻ വന്ന സമയം 12:30 കഴിഞ്ഞിരുന്നു. ഇനി 2 മണിക്കാണ് തുറക്കുക. അപ്പോൾ അതുകൊണ്ട് ഹിൽ പാലസ് മ്യൂസിയത്തിൻ്റെ പുറം കാഴ്ചകളിലേക്ക് പോകാം എന്ന് കരുതി ഞാൻ പുറത്തേക്ക് നടക്കാനുള്ള ശ്രമത്തിൽ. കൊട്ടാരം 1980-ലാണ് രാജവംശം കേരള ഗവൺമെൻറ്റിന് കൈമാറുന്നത്. 1986-ൽ പുരാവസ്തു മ്യൂസിയമാക്കി ഇത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെ വലിയ ഒരു മനോഹരമായൊരു കുളം കാണാൻ സാധിക്കും. ഈ കുളത്തിൻ്റെ അടുത്തായിട്ടാണ് ക്ലോക്ക് റൂം. അവിടെയാണ് ഹിൽ പാലസിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ പാദരക്ഷകൾ ഉപയോഗിക്കാൻ പാടില്ല. അതിനുള്ള ഒരു ക്ലോക്ക് ടവർ ഈ കുളത്തിൻ്റെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പുരാതന കാലത്തുള്ള ശിലകളാണ്.
നാഗ യക്ഷികൾ, ശിലാശില്പ ഗ്യാലറി, ധാരാളം കരിങ്കൽ പ്രതിമകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. 200-300 വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഇവയെല്ലാം തന്നെ. ഇത് 19-ാം നൂറ്റാണ്ടിലുണ്ടാക്കിയ മഹാവിഷ്ണുവിൻ്റെ ഒരു പ്രതിമയാണ്. ഈ ഗ്യാലറിയിൽ ധാരാളം ശിലാപ്രതിമകൾ നമുക്ക് കാണാൻ സാധിക്കും. നാഗരാജ വളരെ ഭംഗിയായിട്ട് കൊത്തിയെടുത്ത കരിങ്കൽ ശിലകളാണ് ഇതെല്ലാം. ഈ കൊട്ടാരത്തിനോട് ചേർന്ന് 49 മറ്റു സൗധങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ വിശാലമായ പൂന്തോട്ടം തന്നെയാണ്. 37 ഏക്കറിലാണ് ഈ പൂന്തോട്ടം ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതി രമണീയമായ ഒരു കാടിനുള്ളിലാണ് ഈ പാലസ് എന്ന് നമുക്ക് തോന്നുമാറ്. മരങ്ങളെല്ലാം താഴ്ച വളർന്നു നിൽക്കുന്ന ഹിൽ പാലസിനുള്ളിലൂടെ പഴയ ചരിത്രങ്ങളെക്കുറിച്ച് ആലോചിച്ച് പോകുമ്പോൾ അതൊരു പ്രത്യേക വികാരമാണ് നമുക്ക് നൽകുക. രാജവംശം കേരളത്തിന് നൽകിയ ഒരു പൈതൃക സ്വത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഹിൽ പാലസിനെ പറയാം. ഇവിടെ ധാരാളം ഔഷധ സസ്യങ്ങളും ചെടികളും കാണാൻ സാധിക്കും. ഒരു ഡിയർ പാർക്കാണ് ഇപ്പോൾ നാം കാണുന്നത്. 200-ൽ മേൽ മാനുകൾ ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. മാനുകളുണ്ട്, മ്ലാവുകളുണ്ട്. കുട്ടികൾക്ക് ഒരു കൗതുകം തന്നെയായിരിക്കും ഈ ഹിൽ പാലസ് സന്ദർശിക്കുന്നതോടൊപ്പം തന്നെ ഈ സൂ കാണുമ്പോൾ. അതുപോലെ അവർക്ക് ചെറിയ ഒരു പാർക്കും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ കാഴ്ചകളെല്ലാം കണ്ടുപോകാം എന്ന് കരുതി വരരുത്. കാരണം ഹിൽ പാലസ് കാണണമെങ്കിൽ കുറഞ്ഞ ഒരു ദിവസത്തെ സമയം കണക്കാക്കിയിട്ട് വേണം വരാനായിട്ട്. അത്രയധികം കാഴ്ചകളാണ് ഇവിടെ നമുക്ക് ഈ മ്യൂസിയം ഒരുക്കിയിട്ടുള്ളത്. ധാരാളം സിനിമകൾ ഈ ഹിൽ പാലസിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് മണിച്ചിത്രത്താഴ്, മുൻഗാമി, കളിയുഞ്ഞാൽ, അങ്ങനെ ധാരാളം ഫിലിമുകൾ ഇവിടെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് വളരെ വലിയൊരു ചെമ്പുകൊണ്ടുള്ള ഒരു പാത്രം. ഇത് ഉദ്ഘാടനം കഴിച്ചത് ശ്രീ A.K. ആൻ്റണിയാണ്. ഇത് പുരാവസ്തു മ്യൂസിയം ആക്കിയതിന് ശേഷം ഉദ്ഘാടനം കഴിച്ചത്. ഈ ഭാഗം നമുക്ക് പ്രത്യേകം ഓർമ്മ വരുന്ന ഒരു ചിത്രമാണ് മണിച്ചിത്രത്താഴ്. അതിൽ മോഹൻലാലും സുധീഷും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻ ഈ ഭാഗത്ത് വെച്ചാണ് എടുത്തിട്ടുള്ളത്.
ഈ വഴി ചെന്ന് ചേരുന്നത് ഒരു വലിയ കുളത്തിൻ്റെ പടവിലേക്കാണ്. സിനിമ ഷൂട്ടിങ്ങിന് പറ്റിയ അനേകം ലൊക്കേഷനുകളാണ് ഈ ഹിൽ പാലസ് മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ഒരു വലിയ കുളപ്പടവാണ് കാണാൻ സാധിക്കുക. മനോഹരമായ ചിത്രങ്ങളും കാണാം. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട കുളപ്പടവിൻ്റെ എതിർഭാഗത്തു നിന്നുള്ള വ്യൂ. വലിയൊരു കുളം തന്നെയാണിത്. അനേകം സ്റ്റെപ്പുകൾ കയറി മുകളിലോട്ട് പോവുകയാണ്. ഇത് പൈതൃക ദൃശ്യമന്ദിരം 2 മണിക്ക് ശേഷമാണ് ഇവിടെ തുറക്കുക. അത് കാരണം കൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ അമ്പലങ്ങളും ഈ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. ഇത് രാമവർമ്മ പരിഷത്ത് തമ്പുരാൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. ഏറ്റവും അവസാനത്തെ രാജാവായിരുന്നു രാമവർമ്മ പരിഷത്ത് തമ്പുരാൻ. അതിനുശേഷം പിന്നെ രാജഭരണം ഉണ്ടായിട്ടില്ല. ഇതാണ് രാമവർമ്മ പരിഷത്ത് തമ്പുരാൻ്റെ ശവകുടീരം.
ഡിയർ പാർക്കിന് അടുത്തായിട്ട് ഒരു ക്യാൻറ്റീൻ ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി. ഇവിടെ വലിയൊരു ദിനോസറിൻ്റെ ഒരു നിർമ്മിതി കാണാം. പക്ഷെ അത് കാലപ്പഴക്കം കൊണ്ട് പല ഭാഗങ്ങളും നശിപ്പിക്കട്ട രീതിയിലാണ്. അതിൻ്റെ തലയും കാലും എല്ലാം കേടുവന്നിട്ടുണ്ട്. എത്ര നാളിത് ഈ രൂപത്തിൽ ഇവിടെ നിൽക്കുമെന്ന് നമുക്ക് അറിയില്ല. വളരെ വലിയ ഒരു നിർമ്മിതി തന്നെയാണിത്. ഈ കെട്ടിടം പല സിനിമകൾക്കും ലൊക്കേഷനായി തീർന്നിട്ടുള്ളതാണ്. ഈ കെട്ടിടം പല ചിത്രങ്ങളും ഈ ഹിൽ പാലസ് മ്യൂസിയത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായ ലാൻഡ്സ്കേപ്പ്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നഗരമധ്യത്തിൻ്റെ നടുക്കുള്ള 52 ഏക്കറിലുള്ള ഈ മ്യൂസിയം എല്ലാവർക്കും ഒരു ദിവസത്തെ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന കാഴ്ചകളാണ് ഇവിടെ കാത്തിരിക്കുന്നത്. ഇനി മ്യൂസിയത്തിനകത്തേക്ക് കടക്കണം, അതിനകത്തെ കാഴ്ചകൾ എന്താണെന്ന് മനസ്സിലാക്കണം, അത് നിങ്ങളിലേക്ക് എത്തിക്കണം. പക്ഷേ 2 മണി വരെ കാത്തിരുന്നേ മതിയാവും. മ്യൂസിയത്തിനകത്തെ അകം കാഴ്ചകൾ അടുത്ത ദിവസം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്.